കേന്ദ്ര സർക്കാർ പദ്ധതിയായ PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നതിൽ സാങ്കേതിക പ്രശ്നമില്ല എന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്ര നിബന്ധനകൾ മറികടക്കാമെന്ന് വകുപ്പ് സെക്രട്ടറി മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അടിയന്തര സാഹചര്യമില്ലാത്തതിനാൽ എല്ലാ വശവും പരിശോധിച്ചാകും അന്തിമ തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായിരുന്നു PM ശ്രീ പദ്ധതി. അന്ന് UDFും ലീഗും അരയും തലയും മുറുക്കിയാണ് പദ്ധതിയെയും സർക്കാർ നിലപാടിനെയും എതിർത്തത്. എന്നാൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ. നിലവിലുള്ള വിദ്യാഭ്യാസ നയം മാറ്റാതെ തന്നെ തുടർ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. NCERT പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കണമെന്ന നിർബന്ധമില്ലാത്തതിനാൽ SCERT സിലബസുമായി മുന്നോട്ടു പോകാനാകും. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള PM ശ്രീ ബോർഡ് സ്കൂളുകളിൽ വയ്ക്കേണ്ടിവരും. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം SSK ഫണ്ട് അത്യാവശ്യമാണ്. പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നില്ലെങ്കിൽ ഈ പണം കിട്ടില്ലെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. അടിയന്തര സാഹചര്യമില്ലാത്ത വിഷയമായതിനാൽ സാമ്പത്തിക വശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാകും തീരുമാനമെടുക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രതികരിച്ചു. റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. നിങ്ങളിപ്പോ ഇന്ന് തന്നെ തീരുമാനം എടുത്തു തരണമെന്ന് പറഞ്ഞാൽ അത് കഴിയുമോ? അതിന്റെ ഒരു എമർജൻസി അതിലില്ലല്ലോ. മന്ത്രിയായതിനു ശേഷം ആദ്യം വിളിച്ച യോഗത്തിൽ തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ N. ഷംസുദ്ദീൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്രകാരമാണ് കഴിഞ്ഞ ദിവസം വകുപ്പ് സെക്രട്ടറി മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. വിവാദ വിഷയമായതിനാൽ മന്ത്രിസഭ പരിഗണിച്ച ശേഷമായിരിക്കും റിപ്പോർട്ടിന്മേലുള്ള അന്തിമ തീരുമാനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.